ഇടുക്കി മൂന്നാർ പള്ളിവാസൽ റിസോർട്ട് മുറിയിൽ മോഷണം നടത്തി മുങ്ങിയ പ്രതിയെ പോലീസ് തമിഴ്നാട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. രാജസ്ഥാൻ സ്വദേശി അജയ് രവീന്ദ്രനാണ് മൂന്നാർ പോലീസിന്റെ പിടിയിലായത്. മൊബൈൽ ഫോണും CCTV ദൃശ്യങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നുമാണ് മൂന്നാർ പോലീസ് പ്രതിയായ രാജസ്ഥാൻ സ്വദേശിയെ അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാവിലെയാണ് പള്ളിവാസൽ മൂലക്കടയിലുള്ള റിസോർട്ടിൽ താമസിച്ചിരുന്ന ദിണ്ടുഗൽ സ്വദേശി ജാഫർ സിദ്ദിഖിന്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ലാപ്ടോപ്പ്, ഐഫോൺ, ATM കാർഡുകൾ, വില കൂടിയ വാച്ച് എന്നിവ മോഷണം പോയത്. പുറത്തുപോയി മടങ്ങിയെത്തിയപ്പോഴാണ് ഇയാൾ മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോണും CCTVയും കേന്ദ്രീകരിച്ച് മൂന്നാർ പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത്. ജാഫറും പ്രതിയും പള്ളിവാസലുള്ള റിസോർട്ടിൽ 2-3 ദിവസമായിട്ട് ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. ഈ ജാഫർ പുറത്തു പോയ സമയം നോക്കി ഇയാളുടെ റൂമിൽ കയറി ഇയാളുടെ റൂമിന്റെ ലോക്ക് പൊളിച്ച് അതിൽ നിന്ന് സൂക്ഷിച്ചിരുന്ന ലാപ്ടോപ്പ്, മറ്റ് വിലപിടിപ്പുള്ള കുറെ സാധനങ്ങൾ ഉൾപ്പെടെ മോഷണം ചെയ്തെടുത്തിട്ടുള്ളതും ആയുധമായിട്ട് പുള്ളി കടന്നുകളയുകയാണ്. തുടർന്ന് പോലീസ് CCTV ദൃശ്യങ്ങളും മൊബൈൽ ഫോണും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ പ്രതി തമിഴ്നാട്ടിലുണ്ടെന്ന് മനസ്സിലാവുകയും തമിഴ്നാട്ടിൽ വെച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മോഷണ വസ്തുക്കൾ തമിഴ്നാട്ടിൽ പോലീസ് റിക്കവർ ചെയ്തിട്ടുള്ളതും. മോഷണശേഷം കടന്നുകളഞ്ഞ പ്രതി ATM കാർഡുകൾ ഉപയോഗിച്ച് 1.81 ലക്ഷം രൂപയും പിൻവലിച്ചിരുന്നു. ദിണ്ടുക്കൽ സ്വദേശിയുമായ പ്രതി ചങ്ങാത്തം കൂടുകയും ATM പിൻ നമ്പർ അടക്കം മനസ്സിലാക്കി വെക്കുകയും ചെയ്തിരുന്നു. പരാതി ലഭിച്ച ഉടൻ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇതേ റിസോർട്ടിലെ മറ്റൊരു മുറിയിൽ തനിച്ചു താമസിച്ചിരുന്ന യുവാവാണ് മോഷണം നടത്തിയതെന്ന് ആദ്യം തിരിച്ചറിയുകയായിരുന്നു. 6 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ജാഫർ സാദിഖിനുണ്ടായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മൂന്നാർ SHO വിനോദ് കുമാർ, പ്രിൻസിപ്പൽ SI KP അനിൽകുമാർ, SI പങ്കജ് കൃഷ്ണ, SCPOമാരായ M മണികണ്ഠൻ, ഹിലാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.